لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി തഖികളായി ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മുഅ്മിനീങ്ങളായി കൊണ്ട് തന്നെ മരിച്ചു പോകാനും നമ്മളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമുക്കെല്ലാവർക്കും മറ്റൊരാളുടെ പിന്തുണയും കൈത്താങ്ങും സഹായവും ആവശ്യമാണ്. അതുപോലെ തന്നെ ആരും നമ്മളെ സഹായിക്കാറില്ലാതിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിന്റെ കൈത്താങ്ങും പിന്തുണയുമാണ് എല്ലാ കാര്യത്തിനേക്കാളും നമുക്ക് വേണ്ടത് എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. പടച്ചവന്റെ സഹായം അവൻ നമ്മിൽ നിന്ന് പിൻവലിച്ചാൽ വേറെ ആരൊക്കെ നമ്മളെ പിന്തുണച്ചിട്ടും എന്തെല്ലാം കഴിവും ശക്തിയും ഉണ്ടായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അഥവാ പടച്ചവൻ അല്ലാഹു നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ഒറ്റപ്പെടുത്തിയാലും നമ്മൾ ഈ ഭൂമിയിൽ സഹായം ലഭിക്കും എവിടെന്നെങ്കിലും. ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ ഒരു വാക്കിന്റെ പൊരുളാണ് ഇത്. നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ആ അള്ളാഹു മതി ഏത് പ്രതിസന്ധികളിൽ നിന്നും
എത്ര വലിയ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ. അപ്പൊ മറ്റുള്ളവരുടെ കൂട്ടുകാരുടെ ചങ്ങാത്തവും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണയും സഹായവും ഒക്കെ നമ്മൾക്ക് ആവശ്യമാണെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹു എന്നെ കൈവിടരുത് എന്ന ബോധമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ചിന്ത നമുക്കുള്ള പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മറ്റൊന്നുകൂടി നമ്മൾ ആലോചിച്ചു നോക്കൂ. എല്ലാം നല്ലതായിരിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീട് നല്ല വീടായിരിക്കണം, എനിക്ക് നല്ല ഭക്ഷണം കിട്ടണം, നല്ല വസ്ത്രങ്ങളുണ്ടായിരിക്കണം, നല്ല മക്കളുണ്ടായിരിക്കണം, നല്ല പേരും പെരുമയും ഉണ്ടായിരിക്കണം, ഒരു നല്ല ജീവിതം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തകർന്ന് നശിച്ച് ആർക്കും വേണ്ടാത്തവനായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കീറിപ്പറഞ്ഞ് ആർക്കും വേണ്ടാത്ത ഭക്ഷണവും കഴിച്ച് അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉള്ളതിലേക്ക് നല്ലത് ആഗ്രഹിക്കുന്നു. ഈ ഒരു മനുഷ്യന്റെ എല്ലാ മനുഷ്യന്റെയും തേട്ടം അത് തന്നെയാണ്. നല്ലൊരു ജീവിതം, നല്ലൊരു വീട്, നല്ല ഭക്ഷണം എന്ന പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതും ഏറ്റവും നല്ലതായിരിക്കണം. അവിടെയൊക്കെ ഭൗതികമായ ദുന്യാവിന്റെ കാര്യത്തിലൊക്കെ നല്ലത് വേണമെങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിലും ഉള്ളതിലേക്ക് നല്ലത് ചെയ്യണം. എങ്ങനെയെങ്കിലും നമ്മൾ കണ്ട പോലെ ജീവിച്ച പോലെ അതിനെ തുടർന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കരുത്. നല്ലതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും. അതുപോലെ നല്ല ഒരു ജീവിതം അള്ളാഹുവിന്റെ അടുക്കലും നന്മ കിട്ടണമെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ചെങ്കിലും ശ്രമിക്കുകയും വേണം. അള്ളാഹു തആല നല്ലതേ നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതമാവട്ടെ, നമ്മുടെ ആരാധനാക്രമങ്ങളാവട്ടെ, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും എല്ലാ ബന്ധങ്ങളും ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. നമ്മൾക്കൊരു മോശപ്പെട്ട സാധനം, ഒരു ഭക്ഷണം, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു പറ്റാത്തതോ ചീഞ്ഞതോ അഴുകിയതോ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഭക്ഷണം തിന്നില്ലെങ്കിലും വേണ്ടില്ല, അതെടുത്തു കൊണ്ടുപോകാനല്ലേ നമ്മൾ പറയാം. ഒരു ഈങ്ങിയ കേടുവന്ന ഒരു നോട്ടൊരാൾ നിന്നാൽ പോലും ഇതൊന്ന് മാറ്റി തന്നാളി എന്ന് പറയും നല്ലത്. അല്ലാഹു തആലയും അങ്ങനെ തന്നെയാണെന്നാ പറയുന്നത്. നല്ലത് വേണം. ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു തയ്യിബാണ്, ശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. നമ്മളിൽ നിന്ന് തയ്യിബല്ലാതെ അല്ലാഹു സ്വീകരിക്കില്ല. നല്ല വാക്കുകൾ, നല്ല ഇബാദത്തുകൾ, നല്ല പെരുമാറ്റങ്ങൾ, ഇതേ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക. ദുനിയാവിന്റെ കാര്യത്തിൽ നല്ലത് വേണ്ടവര് ആഖിറത്തിന്റെ കാര്യത്തിലും ഇരട്ടത്താപ്പ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അല്ലാഹു തആല തയ്യിബേ സ്വീകരിക്കും. അമ്പിയാക്കന്മാരോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് പട്ടിണിയാണെങ്കിലും നല്ലതല്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്, അധ്വാനിച്ച് ജീവിക്കണം. വിശ്വാസികളായ നമ്മളോടും പറഞ്ഞു, അധ്വാനിച്ച് ജീവിക്കണം. എങ്ങനെയെങ്കിലും ആരിൽ നിന്നെങ്കിലും കിട്ടി ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കരുത്. നല്ലതായിരിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളം വരെ, നമ്മൾ ചെല്ലുന്നത്, നമ്മൾ പറയുന്നത് അഫ്ളലായിരിക്കണം. അഫ്ളലുൽ ദിക്ർ എല്ലാവർക്കും അറിയാം. അഫ്ളലുൽ ദിക്ർ എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, വചനം അല്ലെങ്കിൽ ഓർമ്മ, രണ്ടിലും ദിക്ർ എന്ന് പറയും. ഏറ്റവും ശ്രേഷ്ഠമായ സ്മരണ എന്തിനെ പറ്റിയുള്ള സ്മരണയാണ്? അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയാണ്. അതാണ് അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി സംഭാഷണം നടത്തി എന്ന് ഉണ്ടല്ലോ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി സംഭാഷണം നടത്തി. ആ അള്ളാഹുവിനോട് മൂസാ നബി ചോദിക്കുന്നുണ്ട്, യാ റബ്ബി അല്ലിംനി, എന്റെ രക്ഷിതാവേ നീ എനിക്ക് അല്ലിംനി ശൈഅൻ അദ്കുറുക വ അദ്ഉക ബിഹി, നിന്നെ എപ്പോഴും ഓർക്കാൻ പറ്റിയ ഒരു കാര്യം എനിക്ക് നീ പഠിപ്പിച്ചു തരണം.
വഅദൂക ബിഹി, നിന്നോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് നീ പഠിപ്പിച്ചു തരണം. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, യാ റബ്ബി, അല്ലാഹുവേ, എല്ലാവരും കുല്ലു ഉമ്മത്തി കുല്ലു ഇബാദിക യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ അടിമകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും ചൊല്ലുന്നതല്ല, ഞാൻ അതിനേക്കാളും പ്രത്യേകമായി എനിക്ക് വേണ്ടി മാത്രം ഒന്നാണ് ചോദിക്കുന്നത് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞതായും, അപ്പൊ അള്ളാഹു മറുപടി പറഞ്ഞതായും ഹദീസിൽ കാണാം. യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ, മൂസാ നബിയെ, ലൗ അന്ന സമാവാതി സബ്അ, 7 ആകാശങ്ങളും ആമിറഹുന്ന, ഈ 7 ആകാശങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും, മലക്കുകളുണ്ട്, മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, ജീവജാലങ്ങളുണ്ട്, ചെടികളുണ്ട്, മലകളുണ്ട്, കടലും കരയുമുണ്ട്, ഈ ആകാശങ്ങളിലുള്ള എല്ലാം, ഈ ഭൂമിയിലുള്ള എല്ലാം, ഫീ കഫത്തിൻ, ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് കരുതുക. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ഒരു വല്ലാത്ത വചനം. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു മാത്രമാണ് പരമാധികാരി. അവൻ മാത്രമാണ് രക്ഷ നൽകുന്നവൻ. അവൻ മാത്രമാണ് എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളുടെയും ഒരു അംഗീകാരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെ രക്ഷിക്കാൻ അല്ലാഹ് അല്ലാതെ വേറെ ആരുമില്ല. എന്റെ രഹസ്യം അറിയാൻ പടച്ചോനല്ലാതെ ആരുമില്ല. എന്റെ ദുരിതത്തിൽ നിന്ന് എന്നെ കരകയറ്റാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നമുക്ക് ഒരു പുത്തിരി അല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചൊല്ലിപ്പറയുന്ന, ചിലപ്പോ മുദ്രാവാക്യം വിളിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചിലപ്പോ യാചന നടത്താനും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചിലപ്പോ നമ്മുടെ കുട്ടികളെ കെടുത്തോളം ഉറക്കുമ്പോ അത് ആട്ടിക്കൊടുക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ചൂഴ്ന്നു നിൽക്കുന്ന ലക്ഷത്തിൽ പരം പ്രവാചകന്മാര് ജനങ്ങളോട് ആദ്യമായി പറഞ്ഞ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മൂസാ നബിയെ. പ്രപഞ്ചം മുഴുവനും തുലാസിന്റെ തട്ടിലുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് കനപ്പെട്ട വാക്ക്. അത് നീ പറഞ്ഞാൽ ആ അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തും എന്നെ രക്ഷിക്കുന്നവൻ അള്ളയാണ്, എന്നെ കാണുന്നവൻ അള്ളയാണ്. ഞാൻ എന്തു ചെയ്താലും അള്ളാഹ്ക്ക് വേണ്ടിയേ ഞാൻ ചെയ്യൂ, അള്ളാഹു ഇല്ലാത്തവർക്കൊന്നും ചെയ്തുകൂടാ. ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ അത് മതി ജീവിതത്തിൽ. അഫ്ളലു ദിക്ർ, ഏറ്റവും നല്ല ഓർമ്മ, ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ വചനം. സോനമാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയത് കൊണ്ടാണ് മനുഷ്യന്മാർ ജാറത്തുകൾക്ക് പോകുന്നത്. അവിടെ രക്ഷ കിട്ടുന്നു. ജിന്ന് ബീവിമാരുടെ അടുത്തേക്ക് പോകുന്ന അതിനാണ്. എത്ര കാശ് കൊടുത്ത് മനുഷ്യന്മാരും വിവരവും കാര്യവുമുള്ളവര് ആളുകൾ പോലും മനുഷ്യരാരും സഹായിക്കാനില്ല. പടച്ചവരോട് സഹായിച്ചിട്ടൊരു കാര്യമില്ല. അത് ജിന്ന് ബീവിന്റെ ജിന്ന് കൂടിയവരുടെ അടുത്ത് പോകും. സഹോദരങ്ങളെ, മനുഷ്യരെ പഠിച്ച തമ്പുരാനല്ലാതെ മലക്കുകൾക്കോ ജിന്നുകൾക്കോ മറ്റു മനുഷ്യർക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ ജീവജാലങ്ങൾക്കോ ജീവികളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പാമ്പിനോട് എന്ന് തുടങ്ങി മറ്റു പല ജീവികളെയും മുമ്പിൽ ആരാധനയും അർപ്പിച്ച് കൈകൂപ്പി നിൽക്കുന്നവരുണ്ട്. ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. കേരളത്തിലൊക്കെ മുസ്ലിങ്ങളുടെയൊക്കെ വിശ്വാസം എവിടെ എത്തിയറിയ നിങ്ങൾ? ഏതെങ്കിലും ഒരു തോന്നിവാസിനി എനിക്ക് ജിന്ന് കൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ എത്തി. വലിയ മഹാന്മാരൊക്കെ, എന്റെ കച്ചവടം ശരിയായിട്ടില്ല, അവിടെ പോണം, എന്റെ രോഗം മാറണില്ല, അവിടെ പോണം, മറ്റൊടുത്ത് വേണം. അവിടുന്നാണ് ജിന്ന് രക്ഷിക്കുന്ന. ജിന്നുകളെ അല്ലാഹു തആല മനുഷ്യനെ രക്ഷിക്കാൻ അയച്ചതല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും അവർ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ വേണ്ടി അയച്ചവരാണ് അല്ലാഹു തആല, ആൾക്കാരെ രക്ഷിക്കാനുള്ളതല്ല. പക്ഷെ ഓരോരുത്തരുടെ കൂടെ എല്ലാ രംഗത്തും ഈ പഠിച്ചവനിരുന്നു. അള്ളാഹുവിന്റെ നിന്ന് കൈവിട്ടാൽ
അള്ളാഹുവിനോ ആരെങ്കിലും പങ്കുചേർത്ത് അല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലുമുണ്ട്, എന്റെ കാര്യങ്ങൾ അറിയുന്ന ആരെങ്കിലുമുണ്ട്, എന്റെ സങ്കടങ്ങൾ തീർക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ മുകളിൽ നിന്ന് പൊട്ടി വീണ പോലെയാണ്. മുകളിൽ നിന്ന് ചാടില്ല, മുകളിൽ നിന്ന് കയറ് പൊട്ടി വീണാൽ പിന്നെ ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും പക്ഷികൾ അവനെ റാഞ്ചി കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഏതെങ്കിലും കുണ്ടിലോ കുഴിയിലോ അവനെ കൊണ്ടുപോയി, അവന്റെ കാറ്റ് അവനെ കൊണ്ടുപോയി വീഴ്ത്തുന്ന് പറഞ്ഞാൽ ഒരു ഗതി കിട്ടൂല അല്ലാഹുവില്ലാത്തവരിൽ നിന്ന് കൈവിട്ടാൽ. ആ അള്ളാഹുവിനെയാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ടത്. അതാണ് അഫ്ളലുൽ ദിക്ർ, ഏറ്റവും വലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ്. നമ്മൾ എപ്പോഴും അല്ലാഹുവിനെ ദുആരക്കുന്നുണ്ട്, ചെറിയതും വലിയതുമായ കാര്യങ്ങൾക്കൊക്കെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രാർത്ഥിച്ച് നല്ല മാർഗത്തിൽ ജീവിച്ച് അവസാനം പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ വിശ്വാസികളുടെ ഒടുവിലത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് എന്നാണ്. അതൊരു പ്രാർത്ഥനയാണ്. അഫ്ളലുദ് ദുആ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ്. കാരണം അൽഹംദുലില്ലയിലുണ്ട് അല്ലാഹുവിനാണ് സർവസ്തുതി. അള്ളാഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നു, അവന് നമ്മൾ കീഴ്പ്പെടുന്നു, അവൻ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നമ്മൾ അംഗീകരിക്കുന്നു. പച്ചവെള്ളം, ഒരു മുറുക്ക് പച്ചവെള്ളം കുടിച്ചാൽ പോലും അൽഹംദുലില്ലാഹ്, അതാണ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ച ആ വെള്ളം ശുദ്ധമായി എനിക്ക് തന്ന, അത് കുടിക്കാനുള്ള തൗഫീക്ക് കിട്ടിയ ആ പടച്ചവന്റെ മുമ്പിൽ വണങ്ങി കീഴ്പ്പെട്ട് അവന് നന്ദി ചെയ്യുന്ന വചനം, അതാണ് ഏറ്റവും വലിയ ദുആ. അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യാൻ നമ്മളൊരു സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും നാട് വിട്ടു പോകെ ആരെങ്കിലും കൂലിക്ക് വിളിക്കേ വേണ്ട, അൽഹംദുലില്ലാഹ്. അപ്പൊ അഫ്ളലുകൾ എല്ലാം, അഫ്ളല് നല്ലത് വേണം, ശ്രേഷ്ഠമായത് വേണമെങ്കിൽ അഫ്ളലായ ദുആ നമ്മൾ ചെല്ലണം, എന്നാലേ നല്ലത് അല്ലാഹ് തരുള്ളൂ. ഏറ്റവും വലിയ മസീർ, നമുക്ക് മടങ്ങി ചെല്ലാനുള്ള സ്വർഗമാണ്. അത് കിട്ടണമെങ്കിൽ അഫ്ളലുമായിട്ട് ഇവിടുന്ന് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അഫ്ളൽ പറഞ്ഞു, അഫ്ളലുൻ നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമൂഹത്തിൽ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. ആരാണ് അഫ്ളലുൻ നാസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു മഗ്മൂമിൻ. നബിയോട് സഹാബിമാർ ചോദിക്കാണ്, നബിയെ, ഒരു കൂട്ടര് അടിമകള്, വേറെ കൂട്ടര് ഖുറൈശികള് പ്രമാണിമാര്, വേറെ കൂട്ടര് വേറെ പേർഷ്യക്കാര്, റോമക്കാര്, ഒക്കെ വലിയ വലിയ ആളുകൾ, ആരാണ് അഫ്ളൽ നബിയെ? നബി പറഞ്ഞു, കുല്ലു സദീഖിൻ കുല്ലു സദൂഖിൻ സദൂഖുൽ ലിസാൻ മഹ്മൂമുൽ ഖൽബ്. അതാണ് അഫ്ളൽ. സദൂഖുൽ ലിസാൻ, നല്ല സത്യസന്ധമായ വാക്കുകൾ പറയുന്ന, കളവ് പറയാത്ത, സത്യമായ കാര്യങ്ങൾ പറയുന്നവൻ, അവനാണ് ശ്രേഷ്ഠൻ. അപ്പൊ നിങ്ങൾ ഈ ഖുറൈശി, റോമ, പേർഷ്യൻ അല്ലെങ്കിൽ അടിമ, ഇതൊന്നുമല്ല അഫ്ളൽ. സത്യം പറയുന്നവൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാണെന്നുള്ളതിന് ഞാൻ സാക്ഷിയാന്ന് പറഞ്ഞത് സത്യമാവണം. അള്ളാഹു ഏകനാന്നുള്ളതിന് സത്യം ചെയ്തിട്ട് അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കാൻ പോകരുത്, അള്ളാഹു അല്ലാത്തവന്റെ രക്ഷയ്ക്ക് വേണ്ടി പോകരുത്. സത്യം പറയണം. ഷഹാദത്ത് കലിമ മുതൽ ജീവിതത്തിൽ മനുഷ്യരുമായി പറയുന്ന കാര്യത്തിൽ സദൂഖുൽ ലിസാൻ. പിന്നെ പറഞ്ഞു നബി മഹ്മൂമുൽ ഖൽബ്. അപ്പൊ സാഹിബ് ചോദിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഫമാ മഹ്മൂമുൽ ഖൽബ്, സദൂഖുൽ ലിസാൻ ആയിരിക്കും യാ റസൂലല്ലാഹ്. ഫമാ മഹ്മൂമുൽ ഖൽബ്, ആരാണ് ശ്രേഷ്ഠമായ മഹ്മൂമുൽ ഖൽബ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അത്തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഹസദ വലാ ഗുല്ല. ശുദ്ധമായ ഹൃദയം, വിശുദ്ധനായ മനുഷ്യൻ, അവന് കുറ്റം ചെയ്യുകയില്ല, കരുതി കൂട്ടി കുറ്റം ചെയ്യുകയില്ല. ഇസ്മ എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യാത്ത,
അതുപോലെ തന്നെ ഒലാ പകിയ, ഒരു ചെറിയ കാര്യത്തിന് പോലും മറ്റൊരാൾക്ക് അക്രമമായി ചെയ്യുന്ന, ബുദ്ധിമുട്ടായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്ത, ഒലാ ഹുല്ല, ആരോടെങ്കിലും പകയില്ലാത്ത, ഒലാ ഹസദ, ആരോടെങ്കിലും അസൂയയില്ലാത്ത അവനാണ് അഫ്ളൽ നിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ അഫ്ളലായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളും അഫ്ളലായി മാറണം. അഫ്ളലുൽ അഅ്മാലി എന്താണ് റസൂലുള്ളാഹ് എന്ന് ചോദിച്ചു. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, 5 നേരവും കൃത്യമായി നമസ്കരിക്കുക, നേരത്തിന് നമസ്കരിക്കുക. അതാണ് അഫ്ളൽ. എത്ര പടികളുണ്ട് നമുക്ക്. ഹജ്ജിന് പോകാം, ഉംറക്ക് പോകാം, അല്ലെങ്കിൽ വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം. നബി പറഞ്ഞ അതൊന്നുമല്ല, അതൊക്കെ ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠം നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം. സഹോദരങ്ങൾ, ഈ അഫ്ളൽ നമ്മൾ ചെയ്യാതെ നമ്മൾ എങ്ങനെ പരലോകത്ത് അള്ളാഹുവിന്റെ അഫ്ളലായ സ്വർഗം നമുക്ക് കിട്ടും? രണ്ടാമതായി എന്താണ് അഫ്ളൽ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുക. മാതാപിതാക്കൾക്ക് ഇഷ്ടം, അവരുടെ താല്പര്യം, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുക, അതാണ് അഫ്ളൽ. പിന്നെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക. രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി ജിഹാദിന് പോവുക. അതിന്റെ മുമ്പ് മാതാപിതാക്കളെ നോക്കിയിട്ട് വേണം. അതിന്റെ മുമ്പ് ശരിക്കും 5 നേരം നിൽക്കുന്നുണ്ടോ പോയാൽ മതി ജിഹാദിന്, ജനങ്ങളെ, വിശ്വാസികളെ സംരക്ഷിക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, അഫ്ളലുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ ജീവിതത്തിൽ അഫ്ളൽ നല്ലത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടണം, നല്ല മാർക്ക് കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ല അംഗീകാരം കിട്ടണം, ഒക്കെ നല്ലത്. എങ്കിൽ നമ്മളും അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവരാവാൻ നമ്മുടെ വിശ്വാസം നന്നാവണം. അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്ന, മറ്റെവിടേക്കെങ്കിലും പുണ്യത്തിന് വേണ്ടി പോകുന്ന ആവരുത് നമ്മൾ. പഠിച്ചവൻ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അഫ്ളലുൽ ദിക്ർ. അതുപോലെ അഫ്ളലുൽ അഅ്മാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ അമലുകളും നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന അമലുകളും, അതാണ് അഫ്ളലുൽ അഅ്മാൽ. അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും ശ്രേഷ്ഠതയുള്ളത് തെരഞ്ഞെടുത്ത് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അപ്പൊ അഫ്ളലുകൾ, നല്ലത് വേണം. നമ്മളൊരു ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു ഹോട്ടൽ കിട്ടണം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് നല്ലത് കിട്ടണം. ഒക്കെ നടക്കാറുണ്ടല്ലോ. നമ്മൾ ജീവിക്കുമ്പോഴും നല്ലതായി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയോട് ചോദിച്ചു, അഫ്ളലു സദഖത്തി ഏതാണ് നബി? സാബിമാർ അതായിരുന്നു നല്ലത് തിരഞ്ഞെടുക്കുകയായിരുന്നു. മാർക്കറ്റിൽ നമ്മൾ നല്ല സാധനം തിരഞ്ഞെടുക്കുന്ന പോലെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നല്ലതാണ് അവർ അന്വേഷിച്ചിരുന്നത്. അഫ്ളലു സദഖ ഏതാ നബിയെ? നബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അൻത തസദ്ദഖ വഅൻത ശഹീഹുൻ സഹീഹുൻ തഖ്ശൽ ഫഖറ വതജ്മുലുൽ ഗിന. നീ ആരോഗ്യമുള്ള സമയത്ത് ദാനധർമ്മം ചെയ്യാം, കുറഞ്ഞു പോകും എന്ന് പേടിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്യാം. അത് നീ കുറഞ്ഞാലും വേണ്ടില്ല, എനിക്കിനി ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തു തീർക്കല്ല വേണ്ടത്. പിശുക്ക്, മനസ്സിൽ പിശുക്കുള്ളതോടൊപ്പം ധർമ്മം ചെയ്യാം. ആരോഗ്യമുള്ള സമയത്ത് ധർമ്മം ചെയ്യാം. എന്നിട്ട് കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്യുക. കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പഠിച്ചവന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് വേറെ കിട്ടും. ആ ഒരു പ്രതീക്ഷയോടുകൂടി ധർമ്മം ചെയ്യുക. എന്നിട്ട് നബി പറഞ്ഞ പോലാത്ത ഉണ്ണിയിൽ കാത്തിരിക്കരുത്, പിന്നെ ചെയ്യുക, പിന്നെ കൊടുക്കാം. ഇപ്പൊ തന്നെയാണ് കഴിയട്ടെ, പിന്നെ കൊടുക്കാം, കാത്തിരിക്കരുത്. ഹത്തായിദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലെത്തും, അതായത് മരിക്കാറാവുമ്പോ
ഓൻ പറയും ഇന്നാൾക്ക് ഇത്ര കൊടുത്താളി, ഇന്നാൾക്ക് ഇത്ര കൊടുത്താളി, കാരണം എനിക്ക് ഇനിയൊന്നും വേണ്ടല്ലോ. ഫുലാൻ, ഇന്ന ആൾക്ക് കുറച്ചൊക്കെ കൊടുക്കാണ്ടായിരുന്നു, അതുങ്ങൾ കൊടുത്തു തീർക്കണം എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ ചെയ്യുന്നവനല്ല, ആദ്യഘട്ടത്തിൽ ധർമ്മം ചെയ്യുന്നവനാണ് അഫ്ളല്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസമാവട്ടെ, കർമ്മങ്ങളാവട്ടെ, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, നബി ഏത് ജാതി മുസ്ലിമാണ് നല്ലത്, എന്ത് തരം മുസ്ലിം ആയിരിക്കണം ഞാൻ? നബി പറഞ്ഞു, അൽ മുസ്ലിമൂന മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റു മുസ്ലിങ്ങൾക്ക് നിന്റെ നാവ് കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും യാതൊരു ശല്യവുമില്ലാതെ ജീവിക്കുന്നവനായിരിക്കണം. അവനാണ് യഥാർത്ഥ അഫ്ളലുൽ ഇസ്ലാം. സഹോദരന്മാരെ, നല്ലത്, ഏറ്റവും നല്ലത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ, അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങളുടെ വിശ്വാസത്തിലും സത്യസന്ധത പുലർത്തുക. ആ സത്യസന്ധരായ സാദിഖീങ്ങളായ ഏറ്റവും നല്ലതിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. രോഗികളും പലതരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ മനസ്സമാധാനവും ശാന്തിയും നൽകി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്കൊക്കെ രക്ഷ നൽകണമേ തമ്പുരാനെ. പടച്ചോനെ, നമ്മളെല്ലാവരും വിശ്വാസികളായി ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്താനേ തമ്പുരാനെ. സഹോദരങ്ങളെ, പള്ളി ചെലവിലേക്ക് നിങ്ങളുടെ പരിപാലന സഹായം നൽകണം, ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണമെന്ന് കൃത്യമായി ഉണർത്തുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا أرحم الراحمين.